നമസ്കാരം. VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ വേണുഗോപാൽ. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. ഒരു മാസം നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ട് കേരളം ആര് ഭരിക്കുമെന്ന് തിങ്കളാഴ്ച അറിയാം. സംസ്ഥാനത്തെ 140 കേന്ദ്രങ്ങളിലായി തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. തൃശൂർ ജില്ലയിലെ 13 മണ്ഡലങ്ങളിലെ ഫലമറിയാൻ രാമവർമ്മപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഉൾപ്പെടെ 3 കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. വടക്കാഞ്ചേരിയിൽ നഗരസഭയിലെ വോട്ടുകളും ചേലക്കരയിൽ ചേലക്കര പഞ്ചായത്തിലെ വോട്ടുകളുമാണ് ആദ്യം എണ്ണുക. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ പോലീസിന്റെ കനത്ത സുരക്ഷാ വലയമാണ് ഒരുക്കിയിട്ടുള്ളത്. എരുമപ്പെട്ടിയിൽ വിവാഹ സംഘം സഞ്ചരിച്ചിരുന്ന വാഹനമിടിച്ച് പ്രഭാത സവാരിക്കിറങ്ങിയ യുവാവ് മരിച്ചു. അണ്ടേക്കാട്ട് പീടിക സ്വദേശി അബ്ബാസിന്റെ മകൻ 31 വയസ്സുള്ള അബു താഹിറാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ 7:30യോടെ എരുമപ്പെട്ടി ഫൊറോന പള്ളിക്ക് സമീപം അമിത വേഗതയിലെത്തിയ ഇന്നോവ കാർ അബു താഹിറിനെ പുറകിൽ നിന്നും ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിൽ PRO ആയി ജോലി ചെയ്തു വരികയായിരുന്നു അബു താഹിർ. പാഞ്ഞാൾ കിള്ളിമംഗലം ഉതുവടിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കുന്നത്ത് അലിയുടെ വീടിന് സമീപം ഞായറാഴ്ച പുലർച്ചെയും രാവിലെയുമായി എത്തിയ ആനകൾ തെങ്ങ്, കവുങ്ങ് ഉൾപ്പെടെയുള്ള കൃഷികൾ നശിപ്പിച്ചു. RRT സംഘം സ്ഥലത്തെത്തി ആനകളെ വനമേഖലയിലേക്ക് തുരത്തിയെങ്കിലും പ്രദേശത്ത് വീണ്ടും ആനകൾ നിലയുറപ്പിച്ചിട്ടുള്ളത് നാട്ടുകാരെ വലിയ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. ഇരിങ്ങാലക്കുടയിലും പരിസര പ്രദേശങ്ങളിലുമുണ്ടായ കനത്ത കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. ശക്തമായ കാറ്റിൽ കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിനായി തയ്യാറാക്കിയ പന്തൽ പൂർണ്ണമായും പറന്നുപോവുകയും ഊട്ടുപുരയുടെയും സ്റ്റേജിന്റെയും മേൽക്കൂരകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. നഗരത്തിൽ മരം വീണ് കാർ തകരുകയും ജനറൽ ആശുപത്രിയുടെ ജനൽ ചില്ലുകൾ തകരുകയും ചെയ്തതിനൊപ്പം വൈദ്യുതി ബന്ധവും പൂർണ്ണമായി തടസ്സപ്പെട്ടു. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് പ്രാഥമികമായി കണക്കാക്കുന്നത്.